പാതി വില പാതി വില പാതി വില. ലാപ്ടോപ്പ്, സ്കൂട്ടർ, തയ്യൽ മെഷീൻ, വാട്ടർ ടാങ്ക്, അങ്ങനെ ഏതെടുത്താലും പാതി വില പാതി വില. വാങ്ങണമെന്ന് തോന്നുന്നുണ്ടോന്ന്? കൊള്ളാം, നല്ല ചോദ്യം അല്ലേ? അല്പം വിലക്കുറവെന്ന് കേട്ടാൽ ഒന്നൊരുങ്ങാൻ പോലും നിൽക്കാതെ ഓട്ടോ പിടിച്ചു പോകുന്ന നമ്മളോടാ ഈ ചോദ്യം അല്ലേ? പക്ഷെ ഒരല്പം വൈകിപ്പോയി. കാരണം കച്ചവടക്കാരൻ അകത്തായി പോയി. അല്ലെങ്കിൽ അരക്കൈ നോക്കായിരുന്നു. അമ്മോ, ഭാഗ്യമുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ നമ്മളൊക്കെ പെട്ടുപോയേനെ. ഒരു 28കാരൻ പാവം പയ്യൻ പാതി വിലയുടെ വല വിരിച്ച് തഴച്ച് വളർന്ന് പടർന്ന് പന്തലിച്ച് അങ്ങോട്ട് വരുമായിരുന്നു. പിടിച്ചടക്കിയില്ലായിരുന്നേ. ഏതാണ്ട് ഈ വർഷം കൊണ്ട് നമ്മുടെ 14 ജില്ലകളും കവർ ചെയ്തു പോയേനെ. അതെ, പറഞ്ഞു വരുന്നത് ആരെ പറ്റിയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? തന്നെ നമ്മുടെ പാതിവില തട്ടിപ്പു വീരൻ അനന്തകൃഷ്ണനെ പറ്റി തന്നെ. കക്ഷി ശരിക്കും എന്താ ചെയ്തതെന്നറിയാമോ? പാതി വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്ന കുറേ സ്ഥാപനങ്ങൾ അങ്ങോട്ട് തുടങ്ങി. അതിൽ ചിലതൊക്കെ ജീവകാരുണ്യ പദ്ധതികളാണെന്ന് അങ്ങട് പറഞ്ഞു. ഇടയ്ക്കിടെ വലിയ സമ്മേളനങ്ങളൊക്കെ സംഘടിപ്പിച്ച് മന്ത്രിമാരെയും MLA-മാരെയും MP-മാരെയും സാമൂഹിക പ്രവർത്തകരെയും ഒക്കെ സംഘടിപ്പിച്ച് സാധനങ്ങൾ വാങ്ങാൻ റെക്കമെൻഡ് ചെയ്യിച്ചു. പിന്നെ അങ്ങോട്ട് കച്ചവടം പൊടിക്കുമായിരുന്നു. എത്ര പേരിരയായി എന്നൊന്നും പറയാൻ പറ്റില്ല. ആകെ മൊത്തം ടോട്ടൽ ഏതാണ്ട് 2000 കോടിക്കടുത്ത് കളക്ഷൻ ഉണ്ടായിട്ടുണ്ടെന്നാണ് പുതിയ കണക്കുകൾ പറയുന്നത്. അതിൽ കുറച്ചു പേർക്ക് ലാപ്ടോപ്പും സ്കൂട്ടറും ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നും ആദ്യ ഓട്ടത്തിൽ തന്നെ സ്കൂട്ടർ കട്ടപ്പുറത്തായെന്നും ഒക്കെ പറച്ചിലുണ്ട് കേട്ടോ. ചുരുക്കത്തിൽ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയും പോലെ പോലീസിന്റെ വലയിൽ കുടുങ്ങിയ പാതി വില വീരൻ പറഞ്ഞത് കേട്ട് പ്രബുദ്ധ കേരള മലയാള മനസാക്ഷി ഞെട്ടിത്തരിച്ചിരിക്കുകയാണിപ്പോൾ. ജാതിമത ഭേദമന്യേ ഏവർക്കും സ്വാഗതം എന്ന് പറയും പോലെ പല പ്രമുഖ പാർട്ടി നേതാക്കളുടെയും അക്കൗണ്ടിലേക്കും പാർട്ടി ഫണ്ടിലേക്കും ഒക്കെ ലക്ഷങ്ങളും കോടികളും ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ആനന്ദകൃഷ്ണൻ പോലീസിന് മൊഴി നൽകി. പലരുടെയും പേരുകളൊക്കെ പുറത്തും വന്നു. അവരൊക്കെ ആവും വിധം ഡിഫെൻഡ് ചെയ്ത് കളിക്കുന്നുമുണ്ട്. പക്ഷെ ക്രൈംബ്രാഞ്ച് ആണിപ്പോൾ ആകെ കുഴങ്ങിയിരിക്കുന്നത്. കാരണം എല്ലാവരും ഉണ്ടല്ലോ, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ആരിൽ നിന്ന് തുടങ്ങണം എന്നൊരെത്തും പിടിയും കിട്ടാതെ വിഷമിച്ചിരിക്കുകയാണവർ. തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെ വരാനും പോകുന്നു. നമുക്കും ജാഗരൂകരായിരിക്കാം. ഇത് കഴിഞ്ഞ് അടുത്ത തട്ടിപ്പ് ഉടൻ വരും. അപ്പോഴും വലയിൽ കുടുങ്ങണമല്ലോ. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.